കണ്ണൂരിന് പിന്നാലെ തിരുവനന്തപുരത്ത് വിമാനങ്ങൾ റദ്ദാക്കി 8:30 പുറപ്പെടാനിരുന്ന മസ്കറ്റ് വിമാനമാണ് റദ്ദാക്കിയത്. ആഭ്യന്തര സർവീസായ ബാംഗ്ലൂരിലേക്കുള്ള വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. cabin ക്രൂ സമരത്തെ തുടർന്നാണ് റദ്ദാക്കൽ. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചിരികൻ. അഖിൽ, ഇന്നലെയും ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രയാസം യാത്രക്കാർ അനുഭവിച്ചിരുന്നു. പക്ഷേ നടപടികൾ ഉണ്ടാകുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നും ഈ സമരം ആവർത്തിക്കുകയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ യാത്രക്കാരും എത്രത്തോളം പ്രതിഷേധത്തിലുമാണ്? കെ.പി. ഇന്നലത്തെ തുടർച്ച എന്ന് പറയുന്ന തരത്തിൽ തന്നെയാണ് ഇന്നും തിരുവനന്തപുരത്ത് നിന്നുള്ള എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. ജോലി ആവശ്യത്തിനും വിദ്യാഭ്യാസ ആവശ്യത്തിനും ഒക്കെ തന്നെ പോകാനുള്ള പലർക്കും ഇന്നും വിമാനം തടസ്സപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അധികൃതർക്ക് കൃത്യമായ ഒരു നിർദ്ദേശം ഈ യാത്ര ക്യാൻസലായവർക്ക് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം അവർ പറയുന്നത് പലരുടെയും വിസ ഇന്നും നാളെയുമായൊക്കെ തന്നെ അവസാനിക്കുന്നതാണ്. ഇന്ന് 12 മണിയോടെ വിസ അവസാനിക്കുന്നവരുണ്ട്, നാളെ വിസ അവസാനിക്കുന്നവരുണ്ട്. അപ്പോൾ സ്വാഭാവികമാർക്കും പിന്നീട് അവർക്ക് അവിടെ ചെന്നിറങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് എങ്കിലും അവർക്ക് നൽകണമെന്നുള്ള തരത്തിലാണ് അവർ ഇപ്പോൾ ആവശ്യം ഉന്നയിക്കുന്നത്. ഇപ്പോൾ പല യാത്രക്കാരും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പല യാത്രക്കാരും പോകുന്നതിലേക്ക് വേണ്ടി ഏകദേശം രാവിലെ പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് ഇവിടെ നിൽക്കുകയാണ്. അവരെല്ലാവരും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ചേട്ടൻ ചേരുന്നുണ്ട്. ആ ചേട്ടൻ മസ്കറ്റിലേക്ക് പോകേണ്ടതാണ്. രാവിലെ കാരറ്റിൽ നിന്നാണ് വന്നത്. ചേട്ടൻ, എന്താണ് സംഭവം ഉണ്ടായത്? നിങ്ങളുടെ ഇവിടെ നിർദ്ദേശം ഒന്നും തന്നില്ല? ഭരതന്നൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വിസ നാളെ തീരുകയാണ്. ഞാനിവിടെ രാത്രി 12 മണിയായപ്പോഴാണ് എനിക്ക് മെസ്സേജ് വരുന്നത് ക്യാൻസലാണെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ എവിടെ പോയി ടിക്കറ്റ് എടുക്കാനാണ് രാത്രി? ഇവര് ഫ്ലൈറ്റ് കണക്റ്റിംഗ് ഫ്ലൈറ്റ് തരാമെന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഇവർ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ ചേട്ടൻ ജോലി ആവശ്യത്തിനായിട്ടാണ്? ജോലി കൺസ്ട്രക്ഷൻ പണിയാണ്. എനിക്ക് ഇന്ന് നാളെ തീരുകയാണ്. അവിടെ മുമ്പ് അവിടെ ഇറങ്ങണം. ഇനി എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം വന്നേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അറിയിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. വിഷമത്തിലാണ്. ആകെ പെട്ടെന്നൊരു ടിക്കറ്റ് എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ അതിനുള്ള സാമ്പത്തികം വേണ്ടേ? അതിനുള്ളതാണ്. ഇതിപ്പോൾ 16,500. കെ.പി. ഇങ്ങനെ പലർക്കും പല ബുദ്ധിമുട്ടുകൾ പറയാനുണ്ട്. ഈ ചേട്ടൻ കാരേറ്റാണ്, ഭരതന്നൂരിൽ നിന്നാണ് എത്തിയത്. തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ ആൾക്കാർ വരെ ഇവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാവരും തന്നെ ഇപ്പോഴും ഇത് കാത്തു നിൽക്കുന്നുണ്ട്. അണ്ണാ, എങ്കേരുന്നു വരുന്നത് നിങ്ങൾ? நாகர்கோவில். இவங்க என்ன சொல்லிட்டு இருக்காங்க, என்ன ஒன்றும் தந்திருக்காங்க இல்லையா? 16ஆம் தேதி கொடுத்துருக்காங்க. அவங்களுக்கு 300 லேபருக்கும் பனியாம். அவங்களுக்கு 300 லேபருக்கு பனியாம். அதனால் வந்து ஃப்ளைட் எடுக்க முடியலையா? நீங்கள் கிட்ட தகவல் ஒன்றும் தரலையா? ஒரு தகவலும் தரல யாரும். இனி என்ன பண்ணுறது? ரிட்டர்ன் போக வேண்டியதான். அவர் தான் பாவம். அவர் வந்து இன்னைக்கு விசா முடியுது. அவருக்கு விசா முடியுது. அவருக்கு எந்த ஏற்பாடும் இவங்க பண்ணலை. நீங்கள் இவருமாയിട്ട് பேசும்போது இவர் என்ன சொல்கிற? அவர் ஆத்மஹத்யை செய்யணும் പറയുന്നത്. நீங்கள் இந்த ஏர் இந்தியா அதிகாரிகிட்ட பேசிட்டுறா? அவர்கிட்ட பேசியாச்சு. அவர் எந்த பதிலும் சொல்லலை. 16ஆம் தேதி கொடுத்துருக்காரு எங்களுக்கு. കൺഫേം கிடையாது. കെ.പി. ഓരോരുത്തർക്കും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആള് നാഗർകോവിലിൽ നിന്ന് വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായി 8 മണിക്കുള്ള ഫ്ലൈറ്റിൽ ബോർഡിംഗ് ചെക്ക് ചെയ്ത് കയറണമെങ്കിൽ ഉദ്ദേശം ഒരു 4 മണിക്ക് ഇവിടെ എത്തണം. അപ്പോൾ പുള്ളി ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ആയിരിക്കണം അവിടെ നിന്ന് എത്തിയത്. നേരത്തെ നമ്മളോട് സംസാരിച്ച മറ്റൊരു ചേട്ടനാണ്. ഈ ചേട്ടന്റെ വിസയാണ് ഇന്ന് അവസാനിക്കുന്നത്. ഈ ചേട്ടനാണ് വിമാനം റദ്ദ് ചെയ്യപ്പെട്ടതും. ചേട്ടാ, എന്താണ് ഇവർ പറയുന്നത്? അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ റീഫണ്ട് ചെയ്യാനാണ് പറയുന്നത്. ഒന്നീ റീഫണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ടിക്കറ്റ് മാറ്റി ഡേറ്റ് മാറ്റിയെടുക്കുക. എനിക്ക് ഡേറ്റ് മാറ്റിയെടുക്കാനുള്ള ദിവസം എനിക്ക് ഇന്ന് ഇല്ല. അപ്പോൾ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടിക്കറ്റ് എടുക്കാനും എൻ്റെ ക്യാഷ് വേറെ ഇല്ല. ഇപ്പോൾ അവിടെ ആ ക്യാഷ് എനിക്ക് കിട്ടാമെന്ന് വെച്ചാലും അത് ഒരാഴ്ച കഴിഞ്ഞ് അതിൻ്റെ ക്യാഷ് എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പം വേറെ ഒരു മാർഗ്ഗവും എനിക്കില്ല. കണക്റ്റിംഗ് ഫ്ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും നൽകാമെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നുണ്ട്. കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയാലും എനിക്ക് വിഷയമില്ല, ഞാൻ പൊക്കോളാം എന്നാ. അപ്പോൾ അവർ പറഞ്ഞാൽ അതിനും അവരെ കൊണ്ട് ഓപ്ഷൻ ഇല്ലെന്നാണ് പറയുന്നത്. വേറെ ഫ്ലൈറ്റിലോട്ട് കയറ്റി വിടാനും അവർക്ക് ഓപ്ഷൻ ഇല്ല, കണക്ഷൻ ഫ്ലൈറ്റും തരാൻ ഓപ്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ഈ ജോലി സംബന്ധമായ ആവശ്യത്തിനാണോ പോകുന്നത്? അതെ, ജോലി സംബന്ധമായ ഇതിനാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ലീവിന് വന്ന് നിൽക്കുക. ഇന്നത്തോടെ എനിക്ക് വിസ ഉണ്ട്, എന്നാലും ലീവ് തീരുക. 180 ദിവസമേ നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങാൻ പറ്റത്തില്ല.
അങ്ങനെ കെ പി ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ട് പറയാനുണ്ട്, ഓരോ സങ്കടങ്ങൾ പറയാനുണ്ട്. കാരണം ജോലി ആവശ്യത്തിന് പോകുന്നവരാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുന്നവരാണ്. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഓരോരുത്തരും അവരുടെയൊക്കെ തന്നെ ദുഃഖങ്ങൾ പറയുന്നുണ്ട്. കാരണം അന്യനാട്ടിലേക്ക് പോകുന്നത്, ഈ കടലുകടന്ന് അപ്പുറത്തേക്ക് പോകുന്നതൊക്കെയും അവരുടെ ജീവിതം, അവരുടെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളും ആശങ്കകളും അത് തന്നെയാണ്. പലർക്കും പല ആവശ്യങ്ങളാണ്. പലർക്കും ചികിത്സാർത്ഥം പോകേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ കേട്ടതുപോലെ കണ്ടതുപോലെ തന്നെ ജോലി ആവശ്യങ്ങൾക്ക് പോകേണ്ടതുണ്ട്. ഇന്ന് തന്നെ എത്തിയില്ലെങ്കിൽ ജോലി പോലും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത്തരത്തിൽ പല ആൾക്കാർക്ക് പല ആവലാതികളാണ്, പല പരിഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഉചിതമായ ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവരുടെയൊക്കെയും ഭാവി പോലും അവതാളത്തിലാകുന്ന ഒരു സാഹചര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ പകരം സംവിധാനം അടിയന്തരമായി ഏർപ്പെടുത്തും എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്നത്. കെ പി, നമ്മളോട് സംസാരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അവർ നേരത്തെ തന്നെ ഈ യാത്രക്കാരൊക്കെ തന്നെ അതിൻ്റെ ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ സംസാരിച്ചിരുന്നു. ആ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതിയിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ മാനേജർമാർ സംസാരിക്കാം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷെ അവർ പറയുന്നത് ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്താൽ മറ്റൊരു ഫ്ലൈറ്റ് നൽകാനുള്ള ഒരു ഓപ്ഷൻ പോലും അവർക്കില്ല എന്നതാണ് അവർ ഇപ്പോൾ ഈ യാത്രക്കാരോട് പറഞ്ഞിരിക്കുന്നത്. അവർ അതിൻ്റെ നടപടിക്രമങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷെ അവർ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, സാറേ, ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമായിട്ടുണ്ടോ ഇവർ കൊടുക്കാൻ? അവർ ആരും പ്രതികരിക്കുന്നില്ല കെ പി. എന്തായാലും അവർ ഈ കാര്യങ്ങൾ യാത്രക്കാരുമായി സംസാരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കെ പി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിലാവശ്യത്തിന് പോകുന്നവർ, അതുപോലെ തന്നെ മറ്റു ഓരോ ആവശ്യങ്ങൾക്ക് പോകുന്നവർക്കും എല്ലാം തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാകും. അവർക്ക് വലിയ നിരാശയുണ്ടാകും. പലരും ഈ നേരത്തെ നമ്മളോട് ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഒരാൾ പറഞ്ഞത്, ഒരാൾ ഇവിടെ ആത്മഹത്യക്ക് തന്നെ ശ്രമിച്ചിരുന്നു, പോലീസ് എത്തിയാണ് അയാളെ പിന്തിരിപ്പിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ വലിയ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്ത് കാരണമാണ് ഇതിന് എന്ന് വ്യക്തമാക്കാൻ അവർക്ക് സാധിക്കാത്തതാണ്. അല്ലെങ്കിൽ യാത്രക്കാർക്ക് ഒരു കൃത്യമായ ഒരു നിർദ്ദേശം കൊടുത്ത് അവർക്കൊരു മറ്റൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കാൻ കഴിയാത്തതും ഇത് ഈ ഇത്രയും വലിയ പ്രശ്നത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം നേരിടുന്നതിലേക്ക് വേണ്ടി കാരണമായി മാറുന്നുണ്ട് കെ പി. യെസ്, അത് തന്നെയാണ്. അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് യാത്രക്കാർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. കാരണം അവർക്ക് പല ആവശ്യങ്ങൾക്കും ദുരിതക്കുകളിൽ പോകേണ്ടവരാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല. ഏതായാലും 8:30 പുറപ്പെടാനിരുന്ന മസ്കറ്റ് വിമാനമാണ് റദ്ദാക്കിയിരിക്കുന്നത്. ആഭ്യന്തര സർവീസായ ബാംഗ്ലൂരിലേക്കുള്ള വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. വിവരങ്ങളാണ് അഖിൽ പാലോട്ടുമഠം നൽകിയത്.